ഓഫീസിൽ വന്നിട്ടുണ്ട് ആള്. ഇല്ല, ഇതിനകത്ത് നമ്മൾ നേരത്തെ ലിവിങ് ഡൊണേഷനും ഡിസീസ് ഡൊണേഷനും കൂട്ടിക്കഴിക്കാൻ പാടില്ല, രണ്ടാണ്. ഈ മസ്തിഷ്ക മരണത്തില് ഡോക്ടർ ഫിർദൗസിന്റെ ആരോപണം തെറ്റായി മസ്തിഷ്ക മരണം സൃഷ്ടിക്കപ്പെടുന്നുവെന്നാണ്. അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല. ഡോക്ടർ മാത്യു പറഞ്ഞ പോലെ ഏകദേശം 4000-4500 റോഡ് അപകട മരണങ്ങൾ, അതിലൊരു 10% ആൾക്കാർ വെന്റിലേറ്ററിൽ കിടന്നാൽ പോലും നമുക്ക് അതിൻ്റെ തന്നെ 10% അല്ലെങ്കിൽ 100 ഡൊണേഷൻ നടക്കും. പക്ഷെ കേരളത്തിൽ ഇതുവരെ 70 ഡൊണേഷൻസ് പെർ ഇയർ കടന്നിട്ടില്ല. ഏറ്റവും ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ ഏറ്റവും കൂടുതൽ നടന്നത് കഴിഞ്ഞ 2025 25 ഡൊണേഷൻസ്, അല്ലെങ്കിൽ 10 ഡൊണേഷൻ, 10 എല്ലാത്തിനും കണക്കുണ്ട്, എല്ലാത്തിനും കണക്കുണ്ട്. പിന്നെ പ്രചാരണങ്ങൾ സമൂഹത്തിൽ നടക്കുന്നത് എന്താണ്? ഇദ്ദേഹം കുറച്ച് പഠിച്ചു ഇതിനകത്ത്. അല്ല, അത് സർവൈവലിന്റെ കാര്യം ഞങ്ങൾ ആക്ച്വലി ഫോളോ അപ്പ് നടത്തുന്നുണ്ട്. അതായത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ രോഗികളെ എങ്ങനെ സർവൈവ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കണക്കെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എടുക്കുന്നുണ്ട്, അതും എടുക്കുന്നുണ്ട്. അതും നമ്മൾ താമസിയാതെ ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കും. കഴിഞ്ഞ 5 വർഷം നടന്ന മസ്തിഷ്ക മരണം. പിന്നെ ചെലവിന്റെ കണക്ക് പറയുന്നത് ശസ്ത്രക്രിയയുടെ ചെലവുകളാണ്, അല്ലാതെ അതായത് ഇപ്പോ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആളിന് പൈസ കൊടുക്കുന്നതായിട്ട് അങ്ങനെ ചെയ്യപ്പെടുന്നുണ്ടോ? ഈ മസ്തിഷ്ക മരണത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. ലിവിങ് ഡൊണേഷനിൽ ഉണ്ടാകുമായിരിക്കും, പക്ഷെ നമുക്ക് അങ്ങനെ നേരിട്ട് അങ്ങനെയാണെങ്കിൽ അവർ അംഗീകരിക്കത്തില്ല. ഞാൻ ചോദിക്കും, നമുക്ക് കുറച്ച് ഇടപെടാൻ ഒരു സെൻസിറ്റീവ് ഏരിയ ചെയ്തു എനിക്ക് മനസ്സിലാവും. എന്നാൽ ഇത് ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ നടക്കാതിരിക്കാൻ ഈ കച്ചവടം പോലുള്ള സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ചൂഷണങ്ങൾ നടക്കുന്നത് 2 തരത്തിലാണ്. ഒന്നെന്ന് വെച്ചാൽ ലിവിങ് ഡൊണേഷനിൽ ഒരു വൾണറബിൾ ഇൻഡിവിജ്വലിനെ പൈസ കൊടുത്ത് പ്രലോഭിപ്പിക്കുക. അത് തടയാനാണ് നമ്മുടെ ഈ കമ്മിറ്റികൾ വെച്ച് കുറെ രേഖകൾ വേണം, അതിന് കുറച്ച് നൂലാമാലകൾ രഞ്ജിനി തന്നെ പറഞ്ഞ് കുറെ പേപ്പർ വർക്ക് ഉണ്ട്. അത് വച്ചിരിക്കുന്ന ആ റെഗുലേഷന് വേണ്ടിയാണ്. ബ്രെയിൻ ഡെത്തില് ചൂഷണം വരാതിരിക്കാൻ നമ്മൾ ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷന്റെ റെഗുലേഷൻ, അത് 4 ഡോക്ടർമാരടങ്ങിയ കമ്മിറ്റി 2 പ്രാവശ്യം 6 മണിക്കൂർ ഇടവിട്ട് ടെസ്റ്റ് ചെയ്താണ് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഓർഗൻ ലൊക്കേഷൻ പൂർണ്ണമായിട്ടും കേസ് ഓട്ടോയുടെ അധീനതയിലാണ് നടക്കുന്നത്. ആർക്കും ഒരു ആശുപത്രിയല്ല തീരുമാനിക്കുന്നത് ആർക്ക് കൊടുക്കണം. ലിസ്റ്റ് പ്രകാരം നേരത്തെ പറയാം, മനു പോലും രജിസ്റ്റർ ചെയ്താൽ മാത്രമേ മനുവിന് കിട്ടുള്ളൂ, അല്ലാതെ ഒരിക്കലും കിട്ടത്തില്ല. രജിസ്റ്റർ ചെയ്താൽ മുൻഗണനാ ക്രമം അനുസരിച്ചാണ് ഓർഗൻ അലൊക്കേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് വേറെ ഒരു 3ാം കിട ആരെങ്കിലും ഇടപെടലോ അങ്ങനെ ഒന്നും നടക്കത്തില്ല. ഇൻക്ലൂഡിങ് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പോലും ഇതുവരെ ഒരു ലിസ്റ്റ് മറികടന്ന് ഞങ്ങൾ ഇന്ന ആൾക്ക് കൊടുക്കണമെന്നോ ഇതുവരെ കഴിഞ്ഞ ഞാൻ 14 വർഷമായിട്ട് ഈ പ്രോഗ്രാമിൽ നോക്കുകയാണ്, ആരും ഇടപെട്ടിട്ടില്ല. അപ്പൊ അത്രയും സുതാര്യതയാണ് അലൊക്കേഷൻ നടക്കുന്നത്. ട്രാൻസ്പെറൻസി ഉണ്ടോ? ഉണ്ട്. 100%. അതായത് ഞാൻ പറഞ്ഞില്ല, 2018 ഞാൻ ബേസിക്കലി വൈദ്യശാസ്ത്രത്തിലുള്ള താങ്കളുടെ ഒരു മികവ് എങ്ങനെയാണ് ഒരു അഭിഭാഷകൻ തന്നെ അപ്പുറം? വൈദ്യശാസ്ത്രത്തിൽ എനിക്ക് വലിയ മികവ്, നമ്മൾ പഠിക്കുകയാണത്. ഞാൻ ചോദിക്കുന്നറിയോ, അപ്പൊ താങ്കളുടെ ഗവേഷണ കുതുകിയാണ് താങ്കൾ, എനിക്ക് മനസ്സിലായി. ആ കൗതുകത്തെ ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വലിയൊരു മഹാപ്രസ്ഥാനമാണ് ഈ അവയവദാനം എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രസ്ഥാനത്തിന്റെ മേളിൽ കരിനിഴൽ വീഴാൻ പാടില്ല. താങ്കൾ ചെയ്യുന്നത് 2 വശം ആലോചിച്ചിട്ടാണോ? അതെ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. 2018 DME-യുമായിട്ട് ഞാനും നോബൽ ഗ്രീഷ്യസും DME-യും കൂടിയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അന്ന് പോയി പറഞ്ഞ സമയം അന്ന് ഇപ്പൊ ഒരു പോയിന്റ് കൂടെ വന്നിരുന്നു. അതായത് ഈ പ്രയോറിറ്റി ലിസ്റ്റ് അത് നമുക്ക് അറിയാൻ പറ്റുമെന്നുള്ളതാണ് പറഞ്ഞത്. എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കണം. കാരണം പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ KNOSന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, പബ്ലിക്കിന് അറിയാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ്. അന്ന് KNOS ആയിരുന്നു. KNOSന്റെ വെബ്സൈറ്റില് കിഡ്നി വെയിറ്റ് ചെയ്ത് 1300 ഇത്ര പേര് കാത്തിരിക്കുന്നു. അതിൽ 1ാം സ്ഥാനം ആർക്കാണോ 2ാം സ്ഥാനം ആർക്കാണോ എന്നുള്ളത് പബ്ലിക്കിന് അറിയാൻ പറ്റില്ല. ഇവരെ കയ്യിൽ ഡാറ്റ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് 1ാം സ്ഥാനത്തുള്ള ആൾക്കാണോ കൊടുത്തതെന്നുള്ളത് ഇപ്പൊ ഈ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കറിയണ്ടേ. അന്ന് ഞാൻ സംസാരിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് 1 മാസത്തിനുള്ളിൽ ഈ സൈറ്റ് മാറിയിട്ട് കൃത്യമായിട്ടുള്ള വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്യുന്നുള്ള എന്നോട് പറഞ്ഞത്. ഇപ്പൊ 8 വർഷത്തോളം കഴിഞ്ഞു, നടന്നിട്ടില്ല.